സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയുയരുന്നു. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തിരിതെളിയും. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അല്പസമയത്തിനകം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമാകും. അവിടെ പതാക ഉയർത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഉടൻ തന്നെ പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം. ആശ്രാമ മൈതാനത്ത് ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയുയരുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെ ചടങ്ങുകൾ ആരംഭിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുണ്ട്, ഒപ്പം ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, കലോത്സവത്തിന് പതാക ഉയരാൻ പോകുന്നു, അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നു. വിശദാംശങ്ങളിലേക്ക് കടക്കാം. രജനി, അല്പസമയത്തിനകം തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS പതാക ഉയർത്തും. തുടർന്ന് പ്രധാന വേദിയിൽ ദൃശ്യവിസ്മയം അരങ്ങേറുകയും ചെയ്യും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നു. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പതാക ഉയർത്തിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പതാക ഉയർത്തിയത്. 10 മണിക്കാണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്നത്തെ ഗ്ലാമർ ഇനം സംഘനൃത്തമാണ്. അങ്ങനെ 24 വേദികളിലായി കുട്ടികൾ മാറ്റുരയ്ക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ധനമന്ത്രിയും കൊട്ടാരക്കര MLA കൂടിയായ KN ബാലഗോപാൽ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ ഇപ്പോൾ കലോത്സവ MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മിഥുൻ, പതാക ഉയർത്തിയിരിക്കുന്നു, അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS ആണ് ഇപ്പോൾ പതാക ഉയർത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ ഒരു നവമാന മഹോത്സവത്തിന് കൊല്ലത്ത് കൊടിയേറിയിരിക്കുന്നത് തന്നെയാണ്. വേദികളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സൗന്ദര്യം കേൾക്കുന്ന പോലെ തന്നെ വലിയ ദൃശ്യവിസ്മയം, അതായത് ഗംഭീരമാക്കുന്നത് ഈ വലിയ പടക്കങ്ങൾ കുറിച്ചിട്ടാണ് 10 മണിയോട് കൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായതിന്റെ MG മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവ പതാക ഉയർത്തിയിരിക്കുന്നു. അവിടെ ജനപ്രതിനിധികളടക്കമുണ്ടായിരുന്നു. 10 മണിയോടുകൂടി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇനി 5 ദിവസം കുട്ടികളുടെ മാമാങ്കമാണ് കൊല്ലത്ത്. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, നേരത്തെ പറഞ്ഞത് വ്യക്തമായിരുന്നില്ല, തുടരാം. ഈ മാസം
രജനി, ഈ ഒരു കൗമാര മഹോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഇനി വേദികളിലെല്ലാം തന്നെ അരങ്ങുണരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 10 മണിയോട് കൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും മറ്റു മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് കടന്നെത്തുകയും ചെയ്യും. പ്രധാന വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തിലുള്ള ONV സ്മൃതി മണ്ഡപത്തിലാണ്, വേദി 1-ലാണ് പ്രധാന വേദിയായി തയ്യാറാക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഇവിടെ ഏകദേശം 2500-ലധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു ഗംഭീരമായ സദസ്സ് തന്നെയാണ്, ഗംഭീരമായ ഒരു വേദി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആരവം, അതായത് കൊല്ലത്തിലേക്ക് ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് ഒരു കൗമാര മഹോത്സവം കടന്നു വരുന്നത്, ഒരു കലാമേള കടന്നു വരുന്നത്. അതിന്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ട് തന്നെയുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിദ്യാർത്ഥികളും കലാപ്രതിഭകളും എല്ലാം തന്നെ ഈ ആശ്രമ മൈതാനിയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഉൾപ്പെടെ ഈ 1-ാം വേദി ഉൾപ്പെടെ ഏകദേശം 24ഓളം വേദികളാണ് ഇത്തവണത്തെ ഈ ഒരു കലോത്സവത്തിനായി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ പേരുകൾ നൽകി, എല്ലാ വർഷത്തെയും പോലെ വ്യത്യസ്തമായ പേരുകൾ നൽകി അടുത്തവണയും ഈ ഒരു കലാമേളയ്ക്കുള്ള വേദികൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം വേദിയിൽ ONV സ്മൃതി എന്ന പേര് നൽകിയിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും മികവ് പുലർത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ പേര് നൽകിയാണ് ഈ ഒരു വേദികൾക്ക് പേര് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ വർഷവും നമ്മളിത് കാണാറുള്ളതാണ്. എന്തായാലും ഇത്തവണ 14,000-ലധികം വിദ്യാർത്ഥികളാണ്, കലാപ്രതിഭകളാണ് ഓരോ ഇനത്തിലായി. ഏകദേശം 239 ഇനങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു വിഭാഗങ്ങളായി നോക്കിയാണ് എങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 96 വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക. ഒപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 106 വിഭാഗങ്ങൾ. അങ്ങനെ 239 ഇനങ്ങളാണ് വേദിയിലേക്ക് വരിക. അങ്ങനെ അരങ്ങുണരുന്ന കാഴ്ചയാണുള്ളത്. കൊല്ലത്തിലെ 15 വർഷത്തിന് ശേഷമുള്ള ഈ ഒരു മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി കുറച്ച് തിരിതെളിച്ചിരിക്കുന്നു. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഔദ്യോഗിക ഉദ്ഘാടനമാവുകയും ചെയ്യുകയാണ്. എല്ലാവരും വിദ്യാർത്ഥികളും ഒപ്പം തന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്യും. SNG മിഥുനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 24 വേദികളിലായി 239 ഇനങ്ങളിലായി 14,000 കുട്ടികളാണ് ഈ കൗമാര കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മിഥുൻ, ഇപ്പോൾ 10 മണിക്കാണ് ഇനി ഉദ്ഘാടനം. മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ, അതോ ഇല്ലെങ്കിൽ എപ്പോഴാണ് ആരംഭിക്കുക? ഒപ്പം തന്നെ ഇന്നത്തെ ഗ്ലാമർ ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ്? സംഘനൃത്തം ഒരിനമായി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ഇന്ന് മറ്റിനങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? രജനി, 10 മണിക്ക് ശേഷം, ഉദ്ഘാടനത്തിന് ശേഷം വേദികളെല്ലാം തന്നെ സജീവമാവുകയും ചെയ്യും. ഈ പ്രധാന വേദിയിലല്ല ആദ്യ മത്സരങ്ങൾ, അതായത് ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രധാന വേദിയായി ഇവിടെ അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു മത്സരക്രമങ്ങൾ ആരംഭിക്കുക. മറ്റു വേദികളിലെല്ലാം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഷെഡ്യൂളുകൾ തന്നെയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മാമാങ്കത്തിന് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒപ്പം തന്നെ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്ലാനിംഗ് അടക്കമുള്ള ചെയ്തതുപോലെ തന്നെ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്. ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നതും അത് തന്നെയാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൊല്ലത്ത് ഈ ഒരു 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഈ ഒരു കലാമാമാങ്കത്തിന് കൂടെ നിരവധി പ്രതിഭകളെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാവരും തന്നെ കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥികൾ, പല സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം തന്നെ ജില്ലയുടെ പല ഭാഗത്തിലേക്കും എത്തിയിട്ടുണ്ട്. പിന്നെ വിവിധ, അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശ്രമ മൈതാനിയാണ് പ്രധാനപ്പെട്ട വേദി. ഇവിടെ വലിയ ഒരു കൂട്ടം ആളുകൾ എത്തിയാൽ പോലും തന്നെ അവിടെ കൃത്യമായി തന്നെ അവരെ ഉൾക്കൊള്ളിക്കാൻ തരുന്ന തരത്തിലുള്ള വലിയ ഒരു ഗ്രൗണ്ട് തന്നെയാണ് ആശ്രമ മൈതാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി പാർക്ക് ചെയ്യാനും ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ കൂടുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം തിരിതെളിയും. കലോത്സവത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് അല്പസമയം മുമ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ നടത്തി. അവിടെ
ഇപ്പോൾ മത്സരങ്ങൾ മറ്റ് വേദികളിൽ ആരംഭിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ആശ്രമ മൈതാനത്ത്, പ്രധാന വേദിയായ ആശ്രമ മൈതാനത്ത് ഉദ്ഘാടനം നടക്കുന്നതിനാൽ 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. അതിനുശേഷം മാത്രമായിരിക്കും മത്സരങ്ങൾ ആരംഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുക. 24 വേദികളിലായി 239 മത്സരങ്ങളാണ് ഇത്തവണയുള്ളത്. 14,000 കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പരസ്പരം മാറ്റുരയ്ക്കാനായി അവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കലോത്സവ നാളുകളിലേക്ക് കൊല്ലം കടന്നിരിക്കുകയാണ്. ഇനിയുള്ള 5 നാളുകൾ കൊല്ലത്തിന് കലോത്സവ കാഴ്ചകളാണ് കൊല്ലംകാർക്ക് സമ്മാനിക്കുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങ് 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ജനപ്രതിനിധികളൊക്കെ തന്നെ അവിടെയുണ്ട്. കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അവിടെയുണ്ട്, കൊല്ലം MLA അവിടെയുണ്ട്, ജില്ലയിലെ മറ്റ് MLA മാർ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഉത്സവം കൂടിയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമാവുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അവിടുത്തെ പറഞ്ഞു വന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാം. രഞ്ജിനി, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കലാപ്രതിഭകൾ ഏകദേശം 14,000-ഓളം കലാപ്രതിഭകളാണ് ഇനി അങ്ങോട്ടുള്ള 4 ദിവസങ്ങൾ ഭരിക്കാൻ പോകുന്നത്, കൊല്ലം ജില്ല ഭരിക്കാൻ പോകുന്നത്. അത്തരത്തിൽ ഏവരും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വിദ്യാർത്ഥികൾ എത്തുന്നു, ഒപ്പം തന്നെ NCC കേഡറ്റുകൾ, SPC കേഡറ്റുകൾ അടക്കമുള്ളവർ ഇവിടെ സുരക്ഷാ ക്രമങ്ങൾ, അതായത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയൊരു പോലീസ് വിന്യാസത്തെ തന്നെ ജില്ലയുടെ പല ഭാഗത്തും നിയോഗിച്ചിട്ടുണ്ട്. കാരണം 24 വേദികളാണ് അത് ജില്ലയിലെ, അതായത് സിറ്റി ഭാഗത്ത് തന്നെ ഈ പ്രധാന വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തിന് ചുറ്റും തന്നെയാണ് ഈ ഒരു വേദികളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത തരത്തിൽ അവിടേക്കൊക്കെ എത്തിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംഘാടകർ ഇതിനു വേണ്ടിയുള്ള സ്റ്റേജുകളൊക്കെ തന്നെ അല്ലെങ്കിൽ വേദികളൊക്കെ തന്നെ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റു ബുദ്ധിമുട്ടുണ്ടാകില്ലാതെ തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, പഴയടം തന്നെയാണ് ഇത്തവണത്തെ ഈ വിദ്യാർത്ഥികൾക്കായും ഒപ്പം തന്നെ മറ്റുള്ളവർക്കുമായി സംഘാടകർക്കുമൊക്കെയായി തന്നെ ഫുഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ആരവങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ രാവിലെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കസേരകൾ ഒഴുങ്ങി കിടക്കുന്നത് കാണുന്നു. ഇപ്പോൾ ഈ കസേരകളെല്ലാം തന്നെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ ജനങ്ങളും, ഈ നാടിൻ്റെ ജനങ്ങളും മറ്റ് വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉദ്ഘാടനം നടത്തും. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ED അറസ്റ്റ് ചെയ്തേക്കുമെന്ന് ആം ആദ്മി പാർട്ടി മന്ത്രിമാർ. കെജ്രിവാളിന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തുമെന്നും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുമുള്ള വിവരം ലഭിച്ചതായി അതിഷി മാർലിയും സൌരവ് ഭരദ്വാജും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് 3 തവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി കോൺഗ്രസിന്റെ നേതൃയോഗം ഇന്ന്. സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന അധ്യക്ഷന്മാരും പങ്കെടുക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന ഇന്ത്യ മുന്നണി സമിതി യോഗത്തിലുണ്ടായ സീറ്റ് പങ്കുവയ്ക്കലിലെ ധാരണകൾ യോഗം ചർച്ച ചെയ്യും. ഇതിന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമിതിയുടെ യോഗവും ചേരും. P. ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പത്രിക തയ്യാറാക്കുന്നത്. മുൻ ആന്ധ്ര മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ മകൾ YS ശർമിള കോൺഗ്രസിൽ ചേർന്നേക്കും. ശർമിള യുവജന ശ്രമിക റൈതു തെലങ്കാന പാർട്ടി കോൺഗ്രസിൽ ലയിച്ചേക്കും. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്രയുടെ ലോഗോ ഇന്ന് പ്രകാശനം ചെയ്തേക്കും. PCC നിയമസഭാ നേതാക്കളുടെ യോഗത്തിന് ശേഷമായിരിക്കും ലോഗോ പ്രകാശനം. യാത്ര കടന്നു പോകുന്ന 14 സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരും നേതാക്കളുമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്നും ഈ മാസം 14-നാണ് യാത്ര ആരംഭിക്കുന്നത്. ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒരാഴ്ച വീതം രാഹുൽ ഗാന്ധി യാത്ര നടത്തുമെന്നാണ് പ്രാഥമിക വിവരം. ജനുവരി 12-ന് യാത്രയുടെ തീം സോങ് പ്രകാശനം ചെയ്യും.
ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിയുന്നതിനെതിരെ മഹ്വ മൊയ്ത്ര സമർപ്പിച്ച ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ. ലോക്സഭയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെയാണ് MP എന്ന നിലയിൽ അനുവദിച്ച ബംഗ്ലാവ് ഒഴിയാൻ നിർദ്ദേശിച്ച നോട്ടീസ് നൽകിയത്. ഇന്നലെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയത് ചോദ്യം ചെയ്ത് മഹ്വ സമർപ്പിച്ച ഹർജിയിൽ ലോക്സഭാ സെക്രട്ടറിയോട് സുപ്രീംകോടതി വിശദീകരണം തേടിയിരുന്നു. ഇടവേള. ന്യൂസ് 18 വേണ്ടി യു പ്രതിഭ. जीवन आसान बनाने के लिए अनेक कदम उठाए हैं. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए. ये सफलता कैसे मिली? मोदी युडे गारंटी. हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया. ये क्यों हुआ? मोदी युडे गारंटी. हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया. ये कैसे बने? मोदी युडे गारंटी. हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की. ये किसे संभव बनाया? मोदी युडे गारंटी. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी युडे गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी युडे गारंटी. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? मोदी युडे गारंटी. हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला. ये कैसे संभव हुआ? मोदी युडे गारंटी. मोदी युडे गारंटी. हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP, ന്യൂസ് 18 വേണ്ടി. പോലീസ് ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയ പോസ്റ്റിൽ DGPക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പരാതി നൽകിയത്. തനിക്കെതിരെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ഉദ്യോഗസ്ഥൻ പോലീസുകാർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. പോലീസുകാരനായ കിരണസ് ദേവിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്കേറുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തുന്നത്. ഇന്നലെ 1 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി. ഈ സീസണിൽ ഇതുവരെ 35 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് 18ാം പടി ചവിട്ടിയത്. അതേസമയം അരവണ പ്രതിസന്ധി തുടരുകയാണ്. സജീവ് സി വാര്യർ ചേർന്നു. സജീവ, മണ്ഡലകാലത്തും വലിയ തിരക്കിലേക്കാണ് കാര്യങ്ങൾ. ഒപ്പം മറുവശത്തൊരു അരവണ പ്രതിസന്ധിയുണ്ട്. ടിന്നുകൾ കിട്ടാനില്ല എന്നുള്ളത് നേരത്തെ തന്നെ ദേവസ്വം വ്യക്തമാക്കിയ ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് ശബരിമലയിൽ ഇപ്പോഴത്തെ സാഹചര്യം? മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നതിന് ശേഷം 4 ലക്ഷത്തിലേറെ ഭക്തർ തീർത്ഥാടകർ ശബരിമലയിൽ 18ാം പടി ചവിട്ടി എന്നാണ് ഇന്നലെ വൈകുന്നേരം 5 മണി വരെയുള്ള കണക്കുകൾ. അതിൽ വീണ്ടും 1 ലക്ഷത്തിലേറെ പേർ ഇപ്പോൾ 18ാം പടി ചവിട്ടി എന്ന് ആണ് ഇപ്പോഴുള്ള അനൗദ്യോഗികമായ കണക്കുകൾ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൂടുതൽ വ്യക്തമാകും. 34 ലക്ഷത്തിലേറെ പേരാണ് ഈ കഴിഞ്ഞ ഈ സീസണിൽ, അതായത് മണ്ഡല മകരവിളക്ക് ഉത്സവ നാളുകളിൽ ശബരിമലയിൽ എത്തിയത്. തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ മകരവിളക്ക് ഉത്സവവുമായി അനുബന്ധിച്ച് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, പോലീസും. കാരണം മകരവിളക്ക് സമയത്ത് ഉള്ള വലിയ തോതിലുള്ള തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. സ്പോട്ട് ബുക്കിംഗ് 10ാം തീയതി മുതൽ ഉണ്ടാകില്ല എന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ വെർച്വൽ ക്യൂവിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ 10ാം തീയതിക്ക് മുമ്പായി മലയിൽ എത്താൻ വേണ്ടി
ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും മിനിയാന്നുമായി വലിയ തോതിൽ തീർത്ഥാടകരുടെ പ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഈ പ്രവാഹം അത്തരത്തിലുള്ള ഒരു തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി പമ്പയിൽ നിന്നുള്ള വഴിയിൽ തന്നെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഭക്തർക്ക് നേരിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായി പരാതിപ്പെടുന്നവരുമുണ്ട്. ഇന്നലെയൊക്കെ രാവിലെ പമ്പയിലെത്തിയ ആളുകൾ വൈകുന്നേരത്തോടു കൂടിയാണ് സന്നിധാനത്ത് എത്തുന്നത്. രാത്രിയോട് കൂടിയാണ് അവർക്ക് ദർശനം നടത്താനാകുന്നത് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. 10-12 മണിക്കൂർ സമയമെടുത്താണ് പമ്പയിൽ നിന്ന് മല താണ്ടി ഇവിടെ എത്തി, നീലിമല താണ്ടി ഇവിടെ എത്തി സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നത്. എൻ്റെ മോളുടെ 2 കുട്ടികൾ, അതിൻ്റെ നാത്തൂൻ്റെ 3 കൊച്ചുകുട്ടികളുണ്ടായി. കൊച്ചുകുട്ടികളെന്ന് പറഞ്ഞാൽ ഒരെണ്ണം 6 പഠിക്കണ്, ഒരെണ്ണം 10, ഒരെണ്ണം 2 പഠിക്കണതാണ്. അത് കുഞ്ഞു മോളാണേ. അപ്പം 8 വയസ്സായി. അതിനെ കൊണ്ടുവരണമല്ല, ഇനി മാറിയാൽ കൊണ്ടുവരാൻ പറ്റൂല എന്നോർത്ത് വന്നതാണ്. അപ്പം പിന്നെ അത് മോനെ കണ്ടില്ല. എൻ്റെ പിന്നിൽ പിടിച്ചോ അമ്മയെന്ന് പറഞ്ഞിട്ട് തിരക്ക് വന്നപ്പില്ലേ എന്നെ തള്ളി അങ്ങോട്ട് മാറ്റി. അപ്പം എനിക്ക് മോനെ ഇപ്പം കാണാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് കയറിയപ്പം പമ്പയിലെന്നാലും എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഇന്ന് വന്ന വരവാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പമ്പയിൽ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല. 62 വയസ്സ് പമ്പയിൽ കയറി തുടങ്ങിയപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം 18 മണിക്കുള്ള ക്യൂവിലേക്ക് അങ്ങോട്ട് കയറിയപ്പോഴാണ് ബുദ്ധിമുട്ടായത്. ഇന്നലെ തുടങ്ങിയ ക്യൂവിൽ ഉറക്കളച്ചിരിക്കുക. അതെന്ന് വെച്ചാൽ നമുക്കൊന്ന് കിടക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലേ, തിങ്ങിയിട്ട്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അല്ലാണ്ട് ഇപ്പം ഇത്രയും നേരം ഞാൻ പട്ടിണി നിന്നിട്ടുള്ള വെള്ളമൊക്കെ എനിക്ക് ആവശ്യമുള്ളൂ, അത് കുടിച്ചുള്ളൂ. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഇത്രയും നേരം തോന്നി. ഇതിപ്പോൾ എനിക്ക് ഇതായിപ്പോയി. ആ കൊച്ചുങ്ങൾ കരയണ കണ്ടിട്ട് ഇതേ കരഞ്ഞാണ് വരണത്. നടപ്പന്തലെത്തിയാൽ കഴിഞ്ഞാൽ തന്നെ 3 മണിക്കൂറിലേറെ ദർശനത്തിന് സമയമെടുക്കുന്നുണ്ട്. വളരെ സ്ലോയിലാണ്. ഒരുപക്ഷെ അത്തരത്തിൽ 18 മണി കയറി വരുന്ന ആളുകളുടെ എണ്ണത്തിൽ അതിൻ്റെ വേഗതയിൽ കുറവ് വന്നതുകൊണ്ട് ആയിരിക്കാം ഇത് എന്നാണ് കരുതുന്നത്. 4500ഓളം പേർ ഓരോ മണിക്കൂറിലും 18 മണി ചവിട്ടുന്നു എന്നാണ് കണക്കുകൾ. എന്നാൽ അത്രയും പേർക്ക് 18 മണി ചവിട്ടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. പോലീസിൽ നേരത്തെ തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ സഞ്ചാരപാതയിൽ നമ്മുടെ നീലിമല അടക്കമുള്ള സഞ്ചാരപാതകളിൽ വാഹനങ്ങളുടെ കാര്യത്തിലും ട്രാഫിക്കിൻ്റെ കാര്യത്തിലുള്ള നിയന്ത്രണം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരം. എന്നാൽ ഇപ്പോൾ എത്തുന്ന ഭക്തരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. അതേസമയം അരവണ സംബന്ധിച്ചുള്ള അരവണ ലഭ്യമാകാത്ത പ്രശ്നവുമുണ്ട്. 2 ടിന്നുകൾ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത്. ഈ നിയന്ത്രണം ഇന്നലെ വൈകുന്നേരം 5 മണിയോടെ എടുത്തു മാറ്റുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെയും ഇന്നുമെല്ലാം അതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത്. ടിൻ ലഭ്യമാകാത്തതാണ് പ്രശ്നമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. എന്നാൽ എപ്പോൾ ഇതിൽ മാറ്റമുണ്ടാകുമെന്ന കാര്യം വ്യക്തവുമല്ല. അടുത്ത ദിവസങ്ങളിൽ ഇനി കൂടുതൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇന്നലെ വൈകിട്ടും മഴ ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ ഭക്തർക്ക് ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിലും സുഗമമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുവെന്നാണ് ദേവസ്വം ബോർഡും പോലീസും വ്യക്തമാക്കുന്നത്. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആറന്മുള പരമൂട്ടിൽപ്പടിയിൽ ബസ് മതിലിടിക്കുകയായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്ക് പോവുകയായിരുന്നു ബസ്. 6 തീർത്ഥാടകർക്ക് പരിക്കുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ. മോദിക്ക് തൃശൂർ കാണാൻ കഴിഞ്ഞതായും തട്ടുകടക്കാർക്കുൾപ്പെടെ നല്ല കച്ചവടം നടന്നുവെന്നും കെ രാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാമെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിലും മന്ത്രി മറുപടി പറഞ്ഞു. പ്രധാനമന്ത്രി എത്ര തവണയായി സ്വർണ്ണക്കടത്ത് പറയുന്നു? പ്രധാനമന്ത്രി പദവിയിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ആലോചിക്കണം. മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കിയ ആൾക്കൂട്ടം ആക്രമിച്ചതിനെപ്പറ്റി മോദി വനിതാ സമ്മേളനത്തിൽ പറഞ്ഞില്ല എന്നും മോദിക്ക് വടക്കുംനാഥന്റെ മുന്നിൽ എല്ലാം ഏറ്റു പറയാമായിരുന്നുവെന്നും കെ രാജൻ വിമർശിച്ചു. മോദിയുടെ വരവിന് നന്ദി. മോദിക്ക് തൃശ്ശൂർ ഒന്ന് കാണാനായി എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ സന്തോഷം തട്ടുകടക്കാർ മുതൽ കൊച്ചു കച്ചവടം നടത്തിയവർക്കൊക്കെ മോദിയുടെ വരവ് ഒരു ആഘോഷമായി. നല്ല കച്ചവടം നടന്നു തൃശ്ശൂർ. പ്രധാനമന്ത്രിയിൽ നിന്ന് അവിടെ കൂടിയ രാഷ്ട്രീയ ഭേദമന്യേ സ്ത്രീകളെങ്കിലും പ്രതീക്ഷിച്ച് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പറഞ്ഞില്ല. മണിപ്പൂരിൽ ആൾക്കൂട്ടാക്രമണത്തിനിടയിൽ
നഗ്നരായി ഓടിപ്പോയ 2 സ്ത്രീകൾ ഏതെങ്കിലും 2 സ്ത്രീകളല്ല, ഏതെങ്കിലും വിഭാഗത്തെ പ്രതിനിധീകരിച്ചവരല്ല. 142 കോടി ഇന്ത്യക്കാരിൽ ഇന്ത്യയിലെ സ്ത്രീകളെ പ്രതിനിധീകരിക്കുന്ന 2 പേർ. അവരനുഭവിച്ച കഠിന വേദന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ, വടക്കുന്നാഥൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാപ്പെങ്കിലും പറയാമായിരുന്നു. പ്രധാനമന്ത്രി ഇതിനു മുമ്പും വന്നപ്പോൾ പറഞ്ഞു, സ്വർണ്ണക്കടത്ത് നടക്കുന്നത് EDയും എൻഫോഴ്സ്മെൻറ്റും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള എല്ലാ ആറാട്ടും നടത്തിയിട്ടും 7.5 കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒന്ന് സ്പർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. തികച്ചും തെറ്റായ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അപകടകരമായിട്ടുള്ള ചില വർത്തമാനങ്ങൾ, അപസർപ്പക കഥകൾ, ഞങ്ങളിതിനെ ഭയപ്പെടുന്നില്ല. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.